മലനിരകൾ, കുന്നടിവാരങ്ങൾ, നെൽപ്പാടങ്ങളും കരകൃഷിയിടങ്ങളും. സമൃദ്ധമായിരുന്നു ഒരിക്കൽ ആര്യനാട് ഗ്രാമം. ഇന്ത്യയുടെ ആത്മാവ് തിളങ്ങി നിന്ന് കൃഷിഗീത കേട്ടുണരുന്ന വിശുദ്ധ ഗ്രാമം. ആ ഉർവര ഭൂമിയെ ഒരിക്കൽ കാലം കരിനിഴൽ വിരിച്ച് ഊഷരയാക്കി. പച്ചയറ്റ മണ്ണിടങ്ങളും വറുതിക്കയത്തിൽ മുങ്ങിത്താഴുന്ന നാട്ടുനന്മകളും. പരിഹാരം അനിവാര്യമായിരുന്നു. ഞങ്ങളും കൃഷിയിലേക്കെന്ന സർക്കാർ പ്രഖ്യാപനത്തോട് ഒത്തുചേർന്നപ്പോൾ ഉണ്ടായ അടിസ്ഥാന മാറ്റങ്ങൾ. സമൃദ്ധിയുടെ താളം കേട്ട് ഉണരുകയാണ് ഈ മലയോര ഗ്രാമം. വിഷരഹിത വിളവുകൾക്ക് മുൻഗണന, പരിസ്ഥിതിയെ പരിപാലിച്ചുകൊണ്ടുള്ള കാർഷിക മുന്നേറ്റം, കർഷകർക്ക് പരിരക്ഷയേകുന്ന വിളശേഖരണം, വിപണനം, സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്ന യൂണിറ്റിന്റെ മികച്ച പ്രവർത്തനം. അതിനായി ഹോം ഷോപ്പ് വിതരണ സമ്പ്രദായത്തിന്റെ നടത്തിപ്പ്, ഗവേഷണം, നൈപുണ്യ വികസനം തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി പ്രവർത്തിക്കുകയാണ് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് സെന്റർ. കൃഷിപ്പണിക്ക് സന്നദ്ധരായ തൊഴിലാളികളെ ലഭ്യമാക്കുന്ന ലേബർ ബാങ്ക്, ഉപ്പുതൊട്ട് കർപ്പൂരം വരെ അന്നന്ന് ലഭിക്കുന്ന പൊതുമാർക്കറ്റിന് സൗകര്യങ്ങൾ വേണ്ടുവോളം. മത്സ്യവും മാംസവും മലഞ്ചരക്കുകളും ഇവിടെ ഉൽപാദകർക്ക് വിറ്റഴിക്കാം. മാർക്കറ്റിലും ബസ് സ്റ്റാൻഡിലും നടക്കുന്ന ജനകീയ ഹോട്ടലിന് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും പ്രാദേശികമായി ഉണ്ടാക്കുന്നവയാണ്. രാജ്യത്തെ ഏറ്റവും വിശാലമായ ചെടി നഴ്സറികൾ, പൂക്കൃഷിത്തോട്ടങ്ങൾ, പഞ്ചായത്തിൽ സ്വകാര്യ ഭൂമിയെ തരിശിടുന്നവർക്ക് മുന്നറിയിപ്പായി വേസ്റ്റ് ലാൻഡ് പെനാലിറ്റി സ്കീം. തരിശ് ഭൂവുടമകൾക്ക് പിഴ ഉറപ്പെന്നർത്ഥം. മത്സ്യകൃഷി ഇവിടെ സജീവമാണ്. കൃത്രിമ കടൽ സൗകര്യങ്ങൾ ഒരുക്കിയുള്ള ചെമ്മീൻ കൃഷി വിജയിച്ച ഒരു പരീക്ഷണം. വളർത്തു പക്ഷിമൃഗാദികൾക്ക് നിലനിൽക്കാൻ വേണ്ടുന്നതെന്തും സാധ്യമാക്കുന്ന വികസന കാഴ്ചപ്പാട്. കാർഷിക രംഗത്തെ ഇന്നലകളുടെ അനുഭവങ്ങളും ഇന്നിന്റെ പുതുസമ്പ്രദായങ്ങളും നാളെയുടെ സുന്ദര സ്വപ്നങ്ങളും ചേരുംപടി ചേർത്ത് ഉണർവിന്റെ ശംഖുലി മുഴക്കി ഇതാ ഞങ്ങളും കൃഷിയിലേക്ക്.